നമസ്കാരം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സാണ് ഹോർമോൺസ്. ഇതിന് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം സ്വാധീനമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ റിലാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട, സന്തോഷമായിട്ട് ബന്ധപ്പെട്ട സെറോട്ടോണിൻ എന്ന ഹോർമോണിനെ കുറിച്ചാണ്. ഒരു എഞ്ചിനകത്ത് ഓയിൽ എത്രത്തോളം ഫങ്ഷൻ ചെയ്യുന്നു, അതേ പ്രവർത്തനമാണ് സെറോട്ടോണിൻ ശരീരത്തിൽ ചെയ്യുന്നത്. നാഡീഞരമ്പുകളുടെ ശരിയായ പ്രവർത്തനത്തിന്, ജോയിൻസിൻ്റെ പ്രവർത്തനത്തിന്, അതുപോലെ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം, അതുപോലെ തന്നെ മൊത്തത്തിലുള്ള രോഗപ്രതിരോധ സംവിധാനം, ഇതിനെല്ലാം തന്നെ സെറോട്ടോണിൻ മുഖ്യമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവയവത്തിനൊക്കെ ഡിസോർഡർ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഹോർമോണിൻ്റെ കുറവാണ്. അപ്പോൾ ഈ ഹോർമോൺ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കറക്റ്റായിട്ട് ശ്വസിക്കുന്ന സമയത്ത് നട്ടെല്ല് നിവർന്നിരുന്ന് മൂക്കിൽ കൂടി ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ഡീപ്പായിട്ട് എടുക്കുക. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് അതേപോലെ തന്നെ സാവധാനം എക്സേൽ ചെയ്യുക. അപ്പോൾ സാവധാനം ഇൻഹേൽ ചെയ്യുക, സാവധാനം തന്നെ എക്സേൽ ചെയ്യുക ആഴത്തിൽ. ഇതൊരു 10 പ്രാവശ്യം തുടർച്ചയായിട്ട് ചെയ്യുക. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഈ സമയത്ത് നട്ടെല്ല് നിവർന്നിരിക്കണം. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ സെറോട്ടോണിൻ ആയിരിക്കും. രണ്ടാമത്തെ സാഹചര്യം, നമുക്ക് ആവശ്യമുള്ള അല്ലെ നമ്മൾ ആഗ്രഹിച്ച കുറേ ജോലികളൊക്കെ ചെയ്ത് സംതൃപ്തിയോടെ ഇരിക്കുന്നൊരു സമയമുണ്ടല്ലോ, ഈ സമയത്ത് നമ്മളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ സെറോട്ടോണിൻ ആയിരിക്കും. മൂന്നാമതായിട്ട് സംഗീതമാണ്. നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിനെയും ഫീലിങ്സിനെയൊക്കെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് സംഗീതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഓരോ പാട്ട് കേൾക്കുമ്പോഴും അതനുസരിച്ചുള്ള ഒരു ഫീലാണ് നമ്മുടെ ബ്രെയിനിൽ വരുന്നത്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകും. ഇപ്പം ശോകമായിട്ടുള്ളൊരു പാട്ടാണെങ്കിൽ പോലും അതിനൊരു സൂത്തിങ് എഫക്റ്റ് ഉണ്ട്, ഒരു റിലാക്സ് ഉണ്ട്. ഇപ്പം മൊബൈൽ ഫോണൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സൗകര്യപ്പെട്ട സമയത്ത് പാട്ട് കേൾക്കാം. ഈ സമയത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ സെറോട്ടോണിൻ ആയിരിക്കും. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടോണിക്കാണ്, ഒരൊറ്റമൂലിയാണ്, സന്തോഷത്തിൻ്റെ ഒരു ഒറ്റമൂലി. അപ്പോൾ സംഗീതത്തിന് അതുപോലെ സ്വാധീനം ഉള്ളത് കൊണ്ടാണ് ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും, ഒരു ദുഃഖഭാവം തോന്നും. ചിലത് ഭക്തിയാണ്, ചില സംഗീതം കേൾക്കുമ്പോൾ ഭക്തി തോന്നും. ചിലത് നമുക്ക് തുള്ളി ചാടാൻ തോന്നും. ചിലത് നമുക്കൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കും. ഇതൊക്കെ തന്നെ മ്യൂസിക്കിന് നമ്മുടെ ബ്രെയിനിലുള്ള സ്വാധീനമാണ് വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ ബ്രെയിനിൻ്റെ ഈ ഒരു ക്വാളിറ്റി നമ്മളിവിടെ പ്രയോജനപ്പെടുത്തണം. എങ്ങനെ? നമുക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുക, വീണ്ടും 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 കേൾക്കുക. നാലാമതായിട്ട്, നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സമയത്ത് നമ്മളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ സെറോട്ടോണിൻ ആയിരിക്കും. പ്രത്യേകിച്ചും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ ഒരു ദിവസം 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് ഒരു നേരത്തെ ഫുഡ് നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കണം. കാരണം സെറോട്ടോണിൻ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രെയിനിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻറ്റസ്റ്റൈനിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്കൊരു പ്രത്യേക ഉന്മേഷവും ഒരു സന്തോഷവും കുറച്ച് വിശപ്പും ഒക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരീരത്ത് അമിതമായിട്ട് ഫാറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ടല്ലോ, അത് കുറയ്ക്കണം. അഞ്ചാമത്തെ കാര്യം മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ സമയത്തുണ്ടാകുന്ന ഹോർമോൺ സെറോട്ടോണിനാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു റിലാക്സ് പരമായിട്ടുള്ള ഹോർമോണാണ്. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ ആ ബ്രീത്തിങ് ഉണ്ടല്ലോ, അത് ചെയ്യാം. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന പല തരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. അതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഈ സമയത്തും ഈ സെറോട്ടോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഉറക്കമാണ്, ക്വാളിറ്റി സ്ലീപ്പ്. നല്ലൊരു ഉറക്കത്തിൽ കൂടി നമുക്ക് കിട്ടുന്നത് ഈ ഹോർമോണാണ്, നാച്ചുറലായിട്ട് കിട്ടുന്നത്. അപ്പം നമ്മുടെ ശരീരവും മനസ്സും എപ്പം റിലാക്സ് ആകുന്നു ആ സമയം ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ ഒരു ടെൻഡൻസി കാണിക്കും. അതുപോലെ നമ്മുടെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവരുമായിട്ട് വെറുതെ ഇങ്ങനെ ചുമ്മാതെ സംസാരിക്കുന്ന സമയത്ത്, ചാറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ സമയത്തും ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അതുപോലെ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത്, അവരുമായിട്ട് ചെറിയ ചെറിയ വർത്തമാനങ്ങൾ പറയുകയും ഈ കളികളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത്, ഈ സമയങ്ങളിലും ഈ ഹോർമോൺ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, ഡൊപ്പാമൈനും സെറോട്ടോണിനും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്.
ഡോപ്പമൈൻ എന്ന് പറയുമ്പോൾ അമിതമായിട്ടുള്ളൊരു പ്ലഷർ വരുന്ന സമയത്തുണ്ടാകുന്ന ഹോർമോണാണ്. അതിൻ്റെ ഫ്രീക്വൻസി പെട്ടെന്ന് കൂടി പെട്ടെന്ന് കുറയുന്നതാണ്. തന്നെയല്ല, അതിനൊരു അഡിക്ഷൻ സ്വഭാവമുണ്ട്. എന്നാൽ സെറോട്ടോണിൻ അങ്ങനെയല്ല. നമ്മുടെ ശരീരവും മനസ്സും പൂർണ്ണമായി റിലാക്സ് ആയിരിക്കുന്ന സമയത്ത്, റിലാക്സ് പരമായിട്ടുള്ളൊരു ഹോർമോണാണ്. എന്നാൽ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ അത് സന്തോഷമാണ്. എന്നാൽ അമിതമായിട്ടുള്ള ഒരു ആഹ്ലാദത്തിൻ്റെ അവസ്ഥയിലേക്ക്, ഉന്മാദത്തിൻ്റെ അവസ്ഥയിലേക്ക് അത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം വളരെ കറക്റ്റായിരിക്കും. ഒരു നെർവും ട്രിഗർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്ത എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഏത് സാഹചര്യം വരുമ്പോഴും സെറോട്ടോണിൻ്റെ അളവ് കുറയാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൂടാനുള്ള പോസിബിലിറ്റി എന്താണെന്ന്. ഇതുപോലെ തന്നെ കുറയാനുള്ള പോസിബിലിറ്റി ഏതാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സ് വരുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ടെൻഷൻ വരുന്ന സാഹചര്യങ്ങൾ, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, ഈ സമയത്തൊക്കെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിനാണ്. അത് നമ്മുടെ ബ്ലഡ് വെസൽസിനെയൊക്കെ ചുരുക്കുക ചെയ്യുന്നത്, വികസിപ്പിക്കുകയല്ല. എന്നാൽ ഇവിടെ സെറോട്ടോണിൻ അങ്ങനെയല്ല, അത് നമ്മുടെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്ഷൻ ഒന്നും കൂടാതെ എല്ലാ ദിവസവും ചെയ്തു തുടങ്ങുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ദിവസം ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പ്രകടമായിട്ടുള്ളൊരു മാറ്റം നമുക്കുണ്ടാക്കാൻ സാധിക്കും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ്. ബൈ.